ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാഘവനാഥൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞ് താൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് മടങ്ങുന്ന ഉപേന്ദ്രൻ്റെ നേരെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു, രാഘവേട്ട വേണ്ട, ഇനി ഒരിക്കലും അവനുമായിട്ട് ഒരു സൗഹൃദവും ഇനി നമുക്ക് വേണ്ട. അവൻ മുമ്പൊരു വട്ടം വന്ന് ഇതുപോലെ തന്നെ നമ്മളെ ചതിച്ചു പോയവനാണ്. അതുകൊണ്ട് ഇനി അവൻ്റെ അഭിനയം ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാഘവൻ നായരെ സമാധാനപ്പെടുത്തി സത്യഭാമ കൂട്ടിക്കൊണ്ടു പോന്നു. അപ്പോഴായിരുന്നു ശാലിനി ശിവന് വേണ്ടി വെള്ളം അന്വേഷിച്ച് ആ കാടിൻ്റെ പരിസരം എല്ലായിടത്തും അലഞ്ഞത്. കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞതും അവിടെ ഒരു പുഴ ഒഴുകുന്നത് ശാലിനി കണ്ടു. വേഗം തന്നെ ആ പുഴയ്ക്കരികിലേക്ക് ശാലിനി ഒരു വിധത്തിൽ ആ പാറക്കല്ലുകളെല്ലാം താണ്ടി എത്തിയതും പുഴയോരത്തെത്തി കുപ്പിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തായി ഒരു കാഴ്ച ശാലിനി കണ്ടത്. ഒരു കൂട്ടം കാട്ടാനകൾ അവിടെ വെള്ളം കുടിക്കുവാനായി ആ ചോലയിലേക്ക് അരികിലായി വന്ന് നിൽക്കുന്നത്. ശാലിനി അവറ്റകളെ കണ്ടതും ഭയത്തോടെ വേഗം എഴുന്നേറ്റ് ഓടുന്ന സമയത്ത് ശാലിനിയുടെ നേരെ അതിലൊരു ആന നോക്കി ചിഹ്നം വിളിക്കുന്നത് കേട്ടതും ഭയത്തോടെ ശാലിനി അവിടെ നിന്ന് തൻ്റെ കയ്യിലിരുന്ന കുപ്പിയും നിലത്തിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിപ്പോകുന്നതിനിടയിൽ പാറക്കെട്ടിൽ കാലുവഴുതി അവിടെ കണ്ട ഒരു മരത്തിൽ തലയിടിച്ച് ശാലിനി ബോധം കെട്ട് വീണു. കുറേ നേരത്തേക്ക് അബോധാവസ്ഥയിൽ ശാലിനി അവിടെ കിടക്കുമ്പോൾ ഇടിയേറ്റതിൻ്റെ ആഘാതത്തിൽ കിടന്ന ശിവൻ അല്പനേരത്തെ ബോധക്ഷയത്തിന് ശേഷം കണ്ണു തുറന്നതും ശാലിനിയെ അന്വേഷിച്ചു. ചുറ്റുപാടുമെല്ലാം നോക്കിയിട്ട് താൻ ഇപ്പോഴും ആ കാട്ടിൽ തന്നെയാണെന്നുള്ള കാര്യം ശിവൻ തിരിച്ചറിഞ്ഞു. വേഗം ചാടി എഴുന്നേറ്റ ശിവൻ അടുത്ത് കാറിന് വണ്ടിക്കരികിൽ ശാലിനി ഉണ്ടോ എന്ന പ്രതീക്ഷയിൽ ഒന്ന് അന്വേഷിച്ചു. അവിടെയെങ്ങും ശാലിനിയെ കാണാതായതോടെ എവിടേക്ക് ശാലിനി പോയി എന്ന ആശങ്കയായിരുന്നു ശിവന് മനസ്സിലാകെ. ശാലിനിയെ കാണാത്തതുകൊണ്ട് വല്ലാത്ത നിരാശയോടെ ശാലിനിയെ അന്വേഷിച്ചിറങ്ങിയ ശിവൻ ആ കാടിനകത്തേക്ക് കുറച്ചു ദൂരം നടന്നു. ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ആരെങ്കിലും തൻ്റെ വിളിക്ക് പിൻവിളി കേൾക്കുന്നുണ്ടോ എന്നറിയുവാനായി കാതോർത്ത് ശിവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ശാലിനിയെക്കുറിച്ച് ഒരു വിവരം അറിയാതെ വല്ലാത്ത ടെൻഷനോടെ അവിടെ നിന്ന് കൂകി വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ശാലിനിയുടെ ഒരു ചെരുപ്പ് വഴിയിൽ നിന്ന് ശിവന് കിട്ടിയത്. ഇത് ശാലിനിയുടേതാണല്ലോ എന്ന് ശിവൻ മനസ്സിലാക്കി ശാലിനിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന ആശങ്കയോടെ ശാലിനി അന്വേഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരുണാശ്രമത്തിലേക്ക് ഒരു കാറ് വന്നു നിന്നു. അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയ ഉപേന്ദ്രനെ കണ്ട് അവിടേക്ക് വന്ന ജഗദീപിന് ആകെ സംശയമായി. ഇയാൾ വീണ്ടും ഇവിടെ എത്തിച്ചേർന്നു എന്ന സംശയത്തോടെ അരികിലേക്ക് ചെന്ന് നിന്നപ്പോഴാണ് ഉപേന്ദ്രൻ ജഗദീപിനെ ശ്രദ്ധിച്ചത്. ജഗദീപ് അരികിലേക്ക് വന്ന് ഉപേന്ദ്രനോട് ചോദിച്ചു, എന്തിനാ വന്നത്? സ്വാമിയെ കാണാനാണോ എന്ന് ചോദിച്ചു. സ്വാമിയെ കാണാനാണെങ്കിൽ ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് ശരി, അപ്പോൾ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ഈ ആശ്രമം കട്ടുമുടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയല്ലേ എന്നായിരുന്നു ഉപേന്ദ്രൻ്റെ ചോദ്യം. ഉടനെ ജഗദീപ് പറഞ്ഞു, ഞാനിവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, നീ ഇവിടെ കയറിക്കൂടിയതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു, ഇന്ന് സ്വാമിയെ കാണാനാണെങ്കിലേ കാണാൻ കഴിയില്ല കേട്ടോ. അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു, ഞാൻ സ്വാമിയെ കാണാൻ വന്നതല്ല, സ്വാമിയെ കാണണം, അത് പിന്നീട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരെ കാണാനാണ് എന്ന് ജഗദീപ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി വന്നത് പിന്നിൽ നിന്ന് എന്നെ കാണാനാണ് എന്നതായിരുന്നു. ആ ശബ്ദം കേട്ട് സംശയത്തോടെ പിന്തിരിഞ്ഞു നോക്കിയ ജഗദീപ് മുന്നിൽ നിൽക്കുന്ന സുസ്മിതയെ കണ്ടതോടെ കാര്യങ്ങൾ മനസ്സിലായി. അടിപൊളി, കൊള്ളാം, അപ്പോൾ രണ്ടുപേരും കൂടി വീണ്ടും ഈ ആശ്രമം കൂടി മുടിപ്പിക്കാനുള്ള പദ്ധതിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ജഗദീപ് പിന്നിൽ നിൽക്കുന്ന സുസ്മിതയോടും ഉപേന്ദ്രനോടുമായിട്ട് ചോദിച്ചു. അല്ല, ഇനി എന്താ രണ്ടുപേരുടെയും അടുത്ത നീക്കം? ഈ കൂട്ടുകക്ഷി കൊണ്ട് എന്താണ് പുതിയ പദ്ധതികളെന്ന് ജഗദീപ് അന്വേഷിച്ചപ്പോൾ സുസ്മിത പറഞ്ഞു, ഞങ്ങളുടെ ജന്മ അവസരത്തിലായിപ്പോയില്ലേ, എന്തായാലും പെട്ടെന്നൊന്നും നന്നാകാനൊന്നും സാധിക്കില്ലല്ലോ, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്ക് അത്ര പെട്ടെന്നൊന്നും അതൊക്കെ മറന്നു പോകാൻ സാധിക്കില്ലല്ലോ എന്ന് ചോദിച്ച് സുസ്മിത അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു, ഞാനും ചെയ്തു കൂട്ടിയ പാവങ്ങളുടെയൊക്കെ ശിക്ഷാഭാരവും പേറി നടക്കുകയാണ്. ഇപ്പോൾ ഏട്ടനെ കണ്ടിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേട്ടതും ജഗദീപ് ആകെ അതിശയത്തോടെ നോക്കി. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയൊക്കെ പലിശ സഹിതം എനിക്കിപ്പോൾ കിട്ടി. അതിൻ്റെ വേദനയും പേറിയാണ് അല്പായുസുമായിട്ട് ഇപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്.
ക്യാൻസർ എന്ന മാറാരോഗം പിടിപെട്ട് ഇനി ദൈവത്തെ മാത്രം ചിന്തിച്ച് നല്ല പ്രവർത്തികൾ മാത്രം ചെയ്ത് ഇനി ചെയ്തു പോയ ഇത്രയും വർഷക്കാലം ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുക, അതുമാത്രമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. അതുകൊണ്ട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് ഏട്ടൻ്റെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം വീണ് ഏട്ടനോട് മാപ്പിരുന്ന് അവരോട് ചെയ്തതിനൊക്കെ ക്ഷമയാചിച്ചിട്ടുള്ള വരവാണിപ്പോഴെൻ്റേത് എന്ന് ഉപേന്ദ്രൻ പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്ന് ജഗദീപ് പറഞ്ഞു, നന്നായി. അതേ കാരണവരെ, നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ഇമാതിരി പണിക്കൊന്നും പോകരുതെന്ന്. മാത്രമല്ല ഒരു മനുഷ്യായുസിൽ ചെയ്തു കൂട്ടാവുന്നതിലേറെ ദുഷ്ടത്തരങ്ങളാണല്ലോ ഇപ്പോൾ ചെയ്തു കൂട്ടിയത്. എന്തായാലും കണക്കായി പോയി. തനിക്ക് ദൈവം തന്ന ശിക്ഷയാ താൻ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ. ഇപ്പോൾ പറഞ്ഞതുപോലെ താൻ അങ്ങനെ ഒരു ചിന്താഗതിയോടെയാണ് വന്നിരിക്കുന്നതെങ്കിലേ ഇപ്പോൾ എത്തിച്ചേർന്ന സ്ഥലം എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ബാക്കി കിട്ടിയിരിക്കുന്ന ആയുസ്സെങ്കിലും സൽപ്രവർത്തികൾ ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് മുന്നോട്ട് പോകാൻ നോക്കൂ. ഇവിടെ സത്സംഗമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ കയറി കൂടി കുറച്ചൊക്കെ മനസ്സ് ശാന്തമാക്കുകയും മനസ്സ് ശുദ്ധീകരിക്കുകയും ചെയ്താൽ ശിഷ്ടകാലമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ജഗദീപ് സുസ്മിതയോട് കൂടി പറഞ്ഞു. കേട്ടല്ലോ, കൂടെ നടന്ന ഒരാൾക്ക് പറ്റിയ ജീവിതത്തിൽ കിട്ടിയ തിരിച്ചടി എന്താണെന്ന്. ഇനിയെങ്കിലും ഇതെല്ലാം മനസ്സിലാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തികൾ അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചാൽ ഇനിയുള്ള കാലം നിനക്കെങ്കിലും നല്ലതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ജഗദീപ് അവിടെ നിന്ന് പോന്നു. ഇത് കണ്ടുകൊണ്ട് സുസ്മിത ആകെ ടെൻഷനോടെ ഉപേന്ദ്രനോട് ചോദിച്ചു, അത് ശരി, അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒന്നിച്ച് നമുക്ക് തിരിച്ചടികൾ കൊടുക്കാമെന്നല്ലായിരുന്നോ? എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെയാണോ, ഈ അവസ്ഥയിലാണോ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു, ഹേയ് ഞാനേ എന്താണെന്നറിയാവോ പറഞ്ഞത്. ഇപ്പോൾ ഉപേന്ദ്രൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുസ്മിതാകെ സംശയത്തോടെ നോക്കി. അതെ, ആ ശാലിനി എന്ന് പറയുന്നവളെ നമുക്കങ്ങനെ പെട്ടെന്ന് വീഴ്ത്താൻ കഴിയില്ല എന്ന്. ശരിയാണ്, ഇപ്പോൾ ജില്ല ഭരിച്ച് തഴക്കവും പഴക്കവും വന്ന് എല്ലാ നീക്കങ്ങളും നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മളുടെ നീക്കങ്ങളുമൊക്കെ ഓരോ തവണയും തകർത്തെറിഞ്ഞ് നമ്മളെ ചേർത്ത് നിൽക്കാനുള്ള ശക്തി ആർജിച്ച് നിൽക്കുകയല്ലേ അവൾ. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് വേഗം ചെന്ന് ചേട്ടനോട് സ്നേഹം കാണിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് ആ വീട്ടിൽ കയറിക്കൂടാനുള്ള യാതൊരു അനുവാദവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനതിന് പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണെന്നുള്ള ആ ഒരു അഭിനയം തകർത്തിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ പുതിയൊരടവ്. അവിടെ ചേട്ടന് മുന്നിൽ ചെന്ന് ഞാനൊരു ക്യാൻസർ രോഗിയാണെന്നും ഇനിയുള്ള കാലം ചേട്ടനോട് ചെയ്തു പോയതിൻ്റെ തെറ്റുകൾ എല്ലാം ഏറ്റുപറഞ്ഞ് ഇനി നല്ലവനായി ജീവിക്കാനാണ് തൻ്റെ ആഗ്രഹമെന്നുമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ തന്നോട് അല്പമെങ്കിലും ദയ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തിൻ്റെ പേരിൽ ഇനി എനിക്ക് ആ വീട്ടിൽ കയറി ഇറങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതാണല്ലോ നമുക്ക് വേണ്ടത്. ആ വീട്ടിൽ സർവ്വസ്വാതന്ത്ര്യത്തോടെ കയറി ഇറങ്ങുക. അതാണ് ഞാനും ആഗ്രഹിച്ചത്. അത് നേടിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത്. നമ്മളോട് ചെയ്തതിനൊക്കെ തിരിച്ചടി കൊടുത്തേ തീരൂ എന്ന് ഉപേന്ദ്രൻ സുസ്മിതയോട് പറയുമ്പോൾ അത് കേട്ട സുസ്മിത പറഞ്ഞു, ശരിയാണ്, എന്തായാലും ശാലിനി അവളങ്ങനെ സന്തോഷവതിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയുള്ള പദ്ധതികൾ നമുക്ക് ആലോചിച്ച് തന്നെ വേണം മുന്നോട്ട് നീക്കാനായിട്ട്. നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവളെ തകർത്തെറിയാൻ കഴിയും. അതിന് പുതിയ കൂട്ടുകാരെയും കൂടി ഞാൻ നമ്മൾക്കൊപ്പം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. താമസിയാതെ തന്നെ നമുക്കെല്ലാവർക്കും ചേർന്ന് അവളുടെ സ്ഥാനത്ത് തന്നെ തെറിപ്പിക്കുകയും പിന്നെ അവളുടെ കുടുംബത്തെ തന്നെ തകർത്തെറിയുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത പുതിയ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് അവർ രണ്ടുപേരും ചർച്ച ചെയ്ത് ആവിഷ്കരിച്ചു. അപ്പോഴേക്കും ശാലിനി അന്വേഷിച്ച് ആ കാട്ടിലുടനീളം അന്വേഷിച്ച് നടക്കുകയായിരുന്നു ശിവൻ നടന്നു പോകുന്നതിന് തൊട്ട് പിന്നാലെ ശിവനെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ട് എന്ന് ശിവന് സംശയം തോന്നി. പിന്നിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടും അവിടെ എങ്ങും തന്നെ ആരെ കാണാതായതോടെ ശിവൻ ആ പുഴയോരത്തെത്തി അവിടെ നിന്ന് ശാലിനിയെ ഉറക്കെ വിളിക്കുന്നു. കുറേ നേരം ശാലിനിയെ വിളിച്ചിട്ടും ഒരു മറുപടിയും കേൾക്കാതായപ്പോൾ പെട്ടെന്ന് ശിവൻ്റെ പിന്നിൽ വന്ന് ആരോ തന്നെ പിടികൂടാൻ ശ്രമിച്ചതുപോലെ ശിവന് തോന്നി. പിന്തിരിഞ്ഞ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പാറയിടുക്കിലേക്ക് ചേർത്ത് നിർത്തി എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ച് അയാളുടെ മുഖം തീർത്ത് ഇടി കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ നിലവിളിച്ചു, അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ്. ഉടനെ ശിവൻ ചോദിച്ചു, എന്തിനാണ് നീ എൻ്റെ പിന്നാലെ കൂടിയത് എന്ന് ചോദിച്ചപ്പം, സാറേ, കുറേ നേരമായിട്ട് ഞാൻ സാറിനെ പിന്തുടർന്ന് വരികയായിരുന്നു.
സാർ അന്വേഷിച്ച സാറിൻ്റെ ഭാര്യയില്ലേ, സാറിൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശിവനാകെ ഞെട്ടി. എൻ്റെ ഭാര്യയോ എന്ന് സംശയത്തോടെ അയാളോട് ചോദിക്കുമ്പോഴേക്കും അയാൾ കാര്യങ്ങൾ വിശദീകരിച്ചു. ശാലിനി വെള്ളം എടുക്കാനായി പോയ സമയത്ത് കാൽ വഴുതി പാറക്കെട്ടിൽ തലയിടിച്ച് ബോധം കെട്ട് വീണ ആ സ്ഥലത്തൂടെ അയാളുടെ ഭാര്യ വിറക് വെറുക്കാനായി കാട്ടിൽ പോയിട്ട് അതും ശേഖരിച്ച് തിരിച്ച് നടന്നു വരുമ്പോഴാണ് പാറയിടുക്കിൽ ഒരു പെണ്ണ് ബോധമറ്റ് കിടക്കുന്ന കാഴ്ച കണ്ടത്. വേഗം അവർ ആ വിറക് കെട്ട് നിലത്തിട്ടിട്ട് ശാലിനി കരികിലേക്ക് ഓടിയെത്തി ശാലിനിയെ വിളിച്ചുണർത്തി. അമ്മ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ ബോധം തെളിഞ്ഞ ശാലിനി പതിയെ കണ്ണു തുറന്ന് ഒന്ന് നോക്കി. അതിനുശേഷം ശാലിനി എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതായതോടെ ശാലിനിയുടെ കാലിൻ്റെ വേദനയും ഒക്കെ കാരണം ആ സ്ത്രീയോട് നടന്ന സംഭവം എന്താണെന്ന് വിശദീകരിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ള കാര്യം ശിവനെ അറിയിച്ചതോടെ അയാൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. സാർ, എൻ്റെ പേര് നീലൻ എന്നാണ്. സാറിൻ്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാറിനെ കൂട്ടിക്കൊണ്ട് പോകാനാണ് താൻ വന്നതെന്ന് നീലൻ അറിയിച്ചു. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, എനിക്ക് വണ്ടിക്കരികെ വരെ ഒന്ന് പോകണം, കാരണത്തുനിന്ന് എനിക്ക് സാധനങ്ങൾ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ സാറേ, നമുക്ക് ഒന്നിച്ചു പോയി അത് എടുത്തുകൊണ്ട് പോരാം എന്ന് നീലൻ അറിയിച്ചു. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ജീപ്പ് ലക്ഷ്യം വെച്ച് നടന്നു. അപ്പോഴാണ് പുറത്തു പോയ മഹേന്ദ്രൻ തിരിച്ചെത്തി ആകെ കലിയോടെ വീടിനകത്തേക്ക് കയറി വന്നത്. അവിടെ നിന്ന് നിർമ്മലയെ വിളിച്ച് നോക്കിയിട്ട് എവിടെ നിൻ്റെ മോള് എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും നിർമ്മല ചോദിച്ചു, എന്താ മഹിയേട്ടാ, എന്താ പ്രശ്നം? മഹിയേട്ടനാകെ ദേഷ്യത്തിലാണല്ലോ എന്ന് ചോദിച്ചതും, അതൊക്കെ കാര്യമുണ്ട്, നിന്നോട് പറയേണ്ടതാണെങ്കിൽ ഞാൻ നിന്നോട് പറയുമല്ലോ, നീ ആദ്യം അവളെ ഇങ്ങ് വിളിക്കേ, എവിടെ അവള് എന്ന് ചോദിച്ചപ്പോഴേക്കും ഹാളിലേക്ക് ചന്ദ്ര ഇറങ്ങിയെത്തി. എത്തിയല്ലോ അവള്. അതെ, നിനക്ക് സന്തോഷമുള്ളൊരു വാർത്ത പറയാനാ ഞാനിപ്പോൾ വന്നത്. അരങ്ങത്തുകാരെ ഈ വിവാഹബന്ധം വേണ്ടെന്ന് വെച്ചു. അരങ്ങത്തുകാർക്ക് ഇങ്ങനൊരു ആലോചനയ്ക്ക് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞത് കണ്ണി കണ്ടവൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ അഴിഞ്ഞാടി നടന്ന ഒരു പെൺകുട്ടിയെ അവർക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞതെന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അവരെന്നെ വിളിച്ചു വരുത്തി എന്തൊക്കെയാ പറഞ്ഞതെന്ന് ശരിക്കും നിൻ്റെ അച്ഛൻ്റെ തൊലി ഉരിച്ചിട്ടാണ് അവർ വിട്ടിരിക്കുന്നത് എന്ന് മഹേന്ദ്രൻ പറഞ്ഞപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതെ തല കുനിച്ചങ്ങനെ നിൽക്കുന്നു. ഉടനെ മഹേന്ദ്രൻ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, നീയൊക്കെ ഇപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ചന്ദ്ര പറഞ്ഞു, അച്ഛാ ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്ര സംസാരിക്കാൻ തുടങ്ങിയതും മഹേന്ദ്രൻ പറഞ്ഞു, വേണ്ട, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി ഞാനിപ്പോൾ നിന്നോട് തന്നെ പറയാം. അതെ, ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ആലോചന വേണ്ട എന്ന് വെച്ചെങ്കിൽ അതങ്ങ് പൊയ്ക്കോട്ടെ. അവർക്ക് എൻ്റെ മോളെ വിവാഹം കഴിച്ച് ആ കുടുംബത്തേക്ക് കൊണ്ടുപോകാനുള്ള യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവരിതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിക്കില്ല എൻ്റെ ആലോചന. ഞാനങ്ങനെ തോറ്റു കൊടുക്കുകയുമില്ല. അവരെക്കായാലും വലിയ തറവാട്ടുകാരുമായിട്ട് എൻ്റെ മോളുടെ വിവാഹം ഞാൻ നടത്തും. കാരണം ഇപ്പോൾ അവർക്ക് മുന്നിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ ഒന്നുകൂടി ബലപ്പെടുത്തി കുറച്ച് പണം കൂടി കൂടുതൽ കൊടുക്കാൻ തയ്യാറായാൽ അവർക്ക് എൻ്റെ മകളുടെ പ്രണയബന്ധമോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാതാകുമായിരുന്നു. എന്നാലേ അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണത്തിന് വേണ്ടി അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ പണം കൊടുത്ത് അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തിയെടുക്കാൻ ഞാൻ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മഹേന്ദ്രൻ അറിയിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ വിവാഹം കഴിക്കാൻ പറ്റിയ നല്ല തറവാട്ടിൽ പിറന്ന പയ്യൻ ഞാൻ കണ്ടെത്തും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ചന്ദ്ര പറഞ്ഞു, അച്ഛാ വേണ്ട, എനിക്ക് വേണ്ടി അച്ഛൻ ഇനി വേറെ വിവാഹമൊന്നും ആലോചിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, അതെ, നീയല്ലല്ലോ തീരുമാനിക്കുന്നത്, നിൻ്റെ അച്ഛനായ ഞാനല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, അച്ഛാ ഞാൻ പ്രകാശിനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രനോട് തൻ്റെ തീരുമാനം അറിയിച്ചതും മഹേന്ദ്രൻ ഉടനെ തന്നെ ചന്ദ്രയുടെ കർണത്തടിച്ചു. അതെ, നിൻ്റെ ഈ തീരുമാനമേ അതിവിടെ നടപ്പിലാവില്ലെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു, എൻ്റെ വിവാഹകാര്യം അച്ഛൻ തീരുമാനിക്കേണ്ട, എൻ്റെ ഏട്ടൻ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞതും മഹേന്ദ്രനാകെ കലിയിളകി. അതെ, ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞു ഈ വിവാഹം ഈ മഹേന്ദ്രൻ നടത്തുമെന്ന്. പിന്നെ നീ ഇപ്പം പറഞ്ഞല്ലോ നിൻ്റെ ചേട്ടനെന്ന്. ആ ചേട്ടനെന്ന് പറയുന്നവനെ അപ്പനാണ് ഞാൻ, അത് നിനക്കറിയാമല്ലോ. എൻ്റെ മകനാണല്ലോ അവൻ. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞേക്ക്, അവൻ വിളിക്കുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ, ഈ മഹേന്ദ്രനെ തോൽപ്പിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ഈ വിവാഹമൊന്ന് മുടക്കാൻ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് കാട്ടിൽ ജീപ്പിനരികിലേക്ക് എത്തിയ ശിവൻ ജീപ്പിലിരിക്കുന്ന ശാലിനിയുടെ ബാഗ് കയ്യിലെടുത്തത്. അതിലെ ആ ചിതാഭസ്മം ഇരിക്കുന്ന മൺകുടം കയ്യിലെടുത്ത് ഒന്ന് തൊട്ടു നോക്കിയതും ശിവൻ്റെ ഹാർട്ട് വല്ലാതെ ഇടിക്കുന്നതായിട്ട് ശിവന് തോന്നി. ഉടനെ അവിടേക്ക് വന്ന നീലൻ ചോദിച്ചു, സാറേ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചതും ശരിയെന്ന്
ശിവൻ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും നീലൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു തുടങ്ങി. അപ്പോഴാണ് ശാലിനിയുടെ കാലിൽ ആ വീഴ്ചയിൽ സംഭവിച്ച നീർക്കെട്ട് അത് ചൂടുവെച്ച് പതിയെ ആ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ശ്രമം നീലൻ്റെ ഭാര്യ നടത്തിക്കൊണ്ടിരുന്നത്. ചൂട് പിടിക്കുമ്പോൾ വേദനയുള്ളതുകൊണ്ട് ശാലിനി കാല് പിൻവലിക്കുന്നത് കണ്ട് ആ സ്ത്രീ ചോദിച്ചു, നല്ല വേദനയുണ്ടോ അമ്മ? ഇപ്പോൾ എൻ്റെ സംസാരം കേട്ടിട്ട് അമ്മയ്ക്ക് പേടി തോന്നുന്നുണ്ടാവും അല്ലേ? ഒരു തമിഴും മലയാളവും കലർന്ന സംസാരം എന്നൊക്കെ ആ രീതിയിൽ അവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ ശാലിനി പറഞ്ഞു, ശരിയാ, ഒരു തമിഴ് ടേസ്റ്റ് ഉണ്ട് നിങ്ങളുടെ സംസാരത്തിന്. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചതും, അതെ, ഇവിടെയുള്ളവരെല്ലാം കാട്ടിൽ കുടിയേറി പാർത്തവരല്ലേ, അതിൽ പകുതി ആളുകളും ഇതുപോലെ തന്നെ മലയാളികളും പകുതി പേരും തമിഴരുമായിരിക്കും എന്ന് ആ സ്ത്രീ പരിചയപ്പെടുത്തുമ്പോഴാണ് അവിടേക്ക് ശിവനും നീലനും കൂടി എത്തിയത്. ഉടനെ നീലം പറഞ്ഞു, ദാ സാറേ, ഇതാ എൻ്റെ വീട് എന്ന് പറഞ്ഞ് അയാൾ പരിചയപ്പെടുത്തി. ചാരു, നീ ഇങ്ങനെ നിൽക്കാതെ ഇവർക്ക് കാപ്പി എന്തെങ്കിലും എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് ഭാര്യയോട് നീലൻ അറിയിച്ചതും ചാരു വേഗം എഴുന്നേറ്റ് പറഞ്ഞു, അയ്യോ, ഞാൻ അക്കാര്യം മറന്നുപോയെന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശിവൻ്റെ കയ്യിലിരുന്ന ആ ബാഗ് ശാലിനി വേഗം പിടിച്ചു വാങ്ങി. ആ ബാഗ് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാലിനി വീണ്ടും ആ ഇരുന്ന ആ ഇരിപ്പിടത്തിലേക്ക് തന്നെ തിരികെ ഇരുന്നതും ശാലിനി ആ മൺകുടമെടുത്ത് കയ്യിൽ പിടിച്ച് അതിലേക്ക് തന്നെ നോക്കി. ശാലിനി അതും പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നീലം പറഞ്ഞു, സാറേ, ഇങ്ങനെ നിൽക്കാതെ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് അവിടുത്തെ ആ ബെഞ്ചിൽ ശിവനെ ഇരിക്കാനായിട്ട് അറിയിച്ചു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന സമയത്ത് ഉടനെ ചാരു പറഞ്ഞു, അമ്മ, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ പുരുഷന് ഒരാപത്തും വരില്ല എന്ന്, കണ്ടില്ലേ, ഒരു പോറൽ പോലും ഏൽക്കാതെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ശാലിനിയുടെ കാലിലെ വേദന ശാലിനിക്ക് പെട്ടെന്ന് തോന്നിയതും നിലത്ത് വെച്ച് കാലിൽ നീരങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ശാലിനി കാല് കുത്താൻ വയ്യാതെ ബുദ്ധിമുട്ടുന്നത് ശിവൻ ശ്രദ്ധിച്ചു. ശാലിനി ചോദിച്ചു, കാലിനെന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അത് കാലൊന്ന് ഉളുക്കി. ഉടനെ അടുത്ത് നിന്ന് ചാരു പറഞ്ഞു, അതെ, ആ വീഴ്ചയിൽ കാലിൽ നീർക്കെട്ടുണ്ടായതാ, അത് പതിയെ പതിയെ ചൂട് വെച്ചേ ആ നീര് മാറുള്ളൂ, നീര് മാറുമ്പോഴേ വേദന പാടെ പോവുള്ളൂ, എന്നാലേ ശരിക്കും നടക്കാനും കഴിയും. എന്തായാലും കുറച്ച് നേരം കൂടി ഈ മരുന്നെന്ന് വെച്ചാൽ മതി, നീര് പമ്പ കടന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അല്ല, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നീലൻ അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, വെള്ളം എടുക്കാനായിട്ട് ആ പുഴയോരത്ത് പോയതാ. വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് ഒരു കാട്ടാന കൂട്ടത്തെ കണ്ടു, അതാ ഓടിപ്പോകുന്നത് എന്നറിയിച്ചതും നീലം പറഞ്ഞു, ഓ അതോ, അത് അമ്മയും അച്ഛനും 2 മക്കളും അല്ലേ വരുന്നത്, അവരെന്നും അവിടെ വന്ന് വെള്ളം കുടിക്കാറുള്ളതാ. ചിലപ്പോൾ അവന്മാർ കുറച്ച് കുറുമ്പ് കാട്ടും, അങ്ങനെ എന്തെങ്കിലും കുറുമ്പ് കാണിച്ചതായിരിക്കും, അത് കണ്ട് പേടിച്ച് ഓടിപ്പോന്നപ്പോഴായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇതുപോലെ എന്തെങ്കിലും കുറുമ്പ് അവർ കാട്ടുമ്പോൾ അവരെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ ഇതാ ഈ പാട്ടയെടുത്ത് ഇങ്ങനെ 2 കൊട്ടുകൂട്ടിയാൽ അവർ ഇതിലെ അങ്ങ് ഓടിപ്പോയിക്കോളും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അവന്മാരെ കൊണ്ട് എന്നറിയിച്ചു. അപ്പോഴേക്കും അടുത്ത് വന്ന ചാരു പറഞ്ഞു, അതെ സാറേ, ഇതാ ഈ മരുന്നുണ്ടല്ലോ, ഇത് പതിയെ പതിയെ സാറ് അമ്മയുടെ കാലിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അപ്പോഴേക്കും പെട്ടെന്ന് ആ നീരങ്ങ് വലിഞ്ഞോളും എന്ന് പറഞ്ഞു. ഉടനെ ചാരുവിനോട് നീലം പറഞ്ഞു, അതെ ചാരു, നീ ഇതും പറഞ്ഞുകൊണ്ട് കഥ പറഞ്ഞ് നിൽക്കാതെ വേഗം പോയി ചായ ഉണ്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് ചാരുവിനെ നീലം പറഞ്ഞയച്ചു. നീലം അങ്ങനെ പറഞ്ഞ് ചാരുവിനെ അകത്തേക്ക് പറഞ്ഞു വിട്ടതും ഉടനെ ശിവൻ്റെ കയ്യിലേക്ക് കൊടുത്ത ആ മരുന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ചാരു പറഞ്ഞു, അതെ സാറേ, ഇങ്ങനെ നാണിച്ചിരിക്കാതെ ഇത് നേരെ സാറ് അമ്മയുടെ കാലിൽ വെച്ച് കൊടുക്കുന്നേ, പെട്ടെന്ന് നീര് വലിഞ്ഞോളും. പിന്നെ ഈ കാടിനൊരു സത്യമുണ്ട്, ഇവിടെ വരുന്ന സത്യസന്ധരായിട്ടുള്ള ആളുകളെ ഒരിക്കലും അവർ ഉപദ്രവിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാപത്തും വരാതെ ഇവിടെ തന്നെ എത്തിയത്. ഇനി എന്തായാലും നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, താമസിയാതെ തന്നെ കാലിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്തോളും എന്ന് ശിവനോടും ശാലിനിയോടും അയാൾ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ടെൻഷനോടെ അങ്ങനെ ശിവൻ ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിയോട് അടുത്തേക്ക് എത്തി ശിവൻ ഈ മരുന്ന് കാലിൽ പുരട്ടട്ടെ എന്ന് ചോദിച്ചു. ഉടനെ നീലം പറഞ്ഞു, സാർ എന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്, വേഗം ആ കാലിൽ വെച്ച് കൊടുക്കും സാറേ, കാലിൻ്റെ വേദന മാറുമല്ലോ എന്ന് പറഞ്ഞ് ശിവനോട് കാലിൽ മരുന്ന് പുരട്ടി കൊടുക്കാൻ നീലം പറയുകയും ഉടനെ കാല് നേരെയായാലല്ലേ വേഗം നമുക്ക് യാത്ര തുടങ്ങാൻ കഴിയുള്ളൂ എന്ന് ശിവൻ ശാലിനിയോട് അന്വേഷിച്ചു. അതുകൊണ്ട് എന്നോടുള്ള പരിഭവമൊന്നും കാണിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം കാല് കാണിച്ച് ആ മരുന്ന് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ശിവൻ ശാലിനിയുടെ കാലിൽ ചൂട് വെച്ച് കൊടുക്കുന്നു.